ഒരു പുഷ്പത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുഷ്പമുണ്ടാകുന്ന ചെടിയിൽ നിന്നും പുഷ്പം അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആരെങ്കിലും പറിച്ചെടുക്കുന്നതായിരിക്കും. ഒരു സുന്ദര പുഷ്പത്തിന് ആ ചെടിയിൽ തന്നെ നിലനിൽക്കുവാനുള്ള വിധിയില്ല. അത് മനുഷ്യന്റെ കരങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ പുഷ്പം ഏതെങ്കിലും ദേവന്റെ വിഗ്രഹത്തിൽ ചാർത്തപ്പെടും, അല്ലെങ്കിൽ ആ പുഷ്പത്തിന് ഏതെങ്കിലും സ്ത്രീകളുടെ വേഷഭൂഷാദികളായി മാറേണ്ടി വരും. അതുമല്ലെങ്കിൽ ആ പുഷ്പം പുഷ്പങ്ങളുടെ ചന്തയിലിരുന്ന് വാടിയില്ലാതെയാവുകയും ചെയ്യും. പുഷ്പത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു വിധിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏത് ശിഖരത്തിലാണോ പുഷ്പം ഉണ്ടായത്, ആ ശിഖരത്തിൽ തന്നെ നിലകൊള്ളുവാൻ ആ പുഷ്പത്തിന് വിധിയില്ല. ആ പുഷ്പത്തിന്റെ ജീവിത ഉദ്ദേശമേ അതല്ല. ആ പുഷ്പത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിച്ച കർഷകൻ ആ പുഷ്പത്തെ സസ്യത്തിൽ തന്നെ നിലനിർത്തുവാൻ ആഗ്രഹിച്ചിരുന്നുമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതം. പലപ്പോഴും നമ്മെ നാമാക്കിയവരുടെ നിഴലിൽ നിന്നും നാം വിട്ടുപോകേണ്ടതായി വരും. നാം അകന്നു നിൽക്കേണ്ടതായി വരും. നാം ഒരിക്കൽ ഏറ്റവും വലിയ ആശ്രയമായി കരുതിയിരുന്നവരിൽ നിന്നും നാം ബന്ധനം മുറിച്ചു പോകേണ്ടതായും വരും. ഒരു പെൺകുട്ടിയുടെ ജീവിതം നോക്കൂ. ജനിച്ചു വളർന്ന തന്നെ പരിപാലിച്ച മാതാപിതാക്കളെയും ഗൃഹത്തെയും എല്ലാം വിട്ട് ഒരു പെൺകുട്ടി ഭർതൃഗൃഹത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നു. പിന്നീട് ആ പെൺകുട്ടി ഭാര്യയായി, അമ്മയായി, അമ്മൂമ്മയായി ആ വീട്ടിലെ അംഗമായി ജീവിക്കുന്നു. ഒരിക്കൽ ഏറ്റവും അടുത്തുണ്ടായിരുന്നവർ ഇപ്പോൾ അകലെയായിരിക്കുന്നു. ഒരിക്കൽ തനിക്ക് പരിചയമേ ഇല്ലാതിരുന്ന പലരും ഇപ്പോൾ തൻ്റെ സ്വന്തമായിരിക്കുന്നു. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരാളുടെ മാത്രമായി ജീവിക്കുവാനേ സാധ്യമല്ല. നാം ഒരിക്കൽ നമ്മുടെ മാതാപിതാക്കളുടെ കുട്ടിയായിരുന്നു, പിന്നീട് മറ്റൊരാളുടെ ജീവിത പങ്കാളിയാകുന്നു, പിന്നീട് മറ്റാരുടെയോ അച്ഛനും അമ്മയുമാകുന്നു, പിന്നീട് ആരുടെയോ മുത്തശ്ശനും മുത്തശ്ശിയുമാകുന്നു. ജീവിതത്തിൽ നമ്മുടെ സ്ഥാനങ്ങൾ ഇങ്ങനെ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. ബന്ധങ്ങളും ബന്ധനങ്ങളും മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ മാറിമറിയുന്ന ജീവിതത്തെ നാം അംഗീകരിക്കുകയും മാറ്റം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും വേണം. ഇതിനിടയിൽ നമുക്ക് സംഘർഷമുണ്ടാകുന്നത് എവിടെയാണെന്നോ? ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് ഏതെങ്കിലും ഒരു ബന്ധമോ മറ്റെന്തെങ്കിലും കാര്യമോ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും അത് സ്ഥിരമായി വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദുഃഖത്തിന്റെ കാരണം ആരംഭിക്കുകയായി. ജീവിതം ഒരു കുളം പോലെയല്ല, ഒരു പുഴ പോലെയാണ്. അതെപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനെ ഒഴുകാൻ അനുവദിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുകയില്ല. പുഴ പോലെ ഒഴുകേണ്ട ജീവിതത്തെ നിങ്ങളൊരു കുളം പോലെ സ്തംഭിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം ദുഃഖജനകമായി മാറുന്നത്. അതിനാൽ ജീവിതത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഒഴുകുവാൻ ശീലിക്കൂ. ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് ജീവിതം മാറുമ്പോൾ ആ മാറ്റത്തെ ഇഷ്ടപ്പെടൂ. ആ മാറ്റത്തെ ഭയപ്പെടാതിരിക്കൂ. കാരണം ജീവിതം എന്നാലേ മാറ്റമാണ്. ജീവിതം അവസാനിപ്പിച്ച് മരണത്തിലേക്കും മാറാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അംഗീകരിച്ചേ മതിയാകൂ. ചിന്തനം ചെയ്തു നോക്കൂ.